അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ 10 മണിക്ക് കൂത്താട്ടുകുളം ബസ് സ്റ്റേഷൻ സമീപത്തു നിന്നും വനിതകൾ നയിച്ച മോട്ടോർ സൈക്കിൾ റാലി ആരംഭിച്ചു. സ്ത്രീ ശാക്തീകരണവും സമൂഹ ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് റാലി നടത്തിയത്. റാലി സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ മറിയ ഉമ്മൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ വിമൻസ് ഡേയുടെ ഈ സെലിബ്രേഷൻ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ചേരാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. വിസാറ്റ് കോളേജുമായിട്ട് എനിക്ക് പേഴ്സണലി തന്നെ വളരെ അടുപ്പമുണ്ട്. നിങ്ങളുടെ ചെയർമാനുമായിട്ട് പേഴ്സണലി നല്ല അടുപ്പമുള്ളതാണ്. നിങ്ങളുടെ ഈ കോളേജിൻ്റെ ഈ ഒരു വളരെ മാതൃകാപരമായ ഒരു റണ്ണാണ്, മാരത്തോണാണ്, അല്ലെങ്കിൽ ഒരു വാക്കാണ് ഇന്റർനാഷണൽ ഡേയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മുടെ അധ്യക്ഷൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവിധമായ ഇക്വാലിറ്റിയും ഉണ്ട്. പണ്ടത്തെ കാലത്തിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവർക്കും തുല്യത ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇനി പക്ഷേ നാം ഏറെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് സെറ്റ് ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃകയാകും. ഇത് നമുക്ക് ഒരുപാട് പേരുടെ മുമ്പിൽ ഒരു വലിയ മാതൃകയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇതിന് ഈ പരിപാടി സംഘടിപ്പിച്ച വിസാറ്റ് കോളേജിലെ എല്ലാ മാനേജ്മെന്റിനോടുമുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതിന്റെ പുറകിൽ ഒരു കഠിനാധ്വാനമുണ്ട്, ഒരു ടീം തന്നെയുണ്ട് ഇതിന്റെ പുറകിൽ നമ്മളോടൊപ്പം നിൽക്കാനായിട്ട്. അവരോടുമുള്ള അഭിനന്ദനം അറിയിക്കുന്നു. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി ചെയർമാൻ റെജി ജോൺ, വൈസ് ചെയർപേഴ്സൺ ലിസി ജോസ്, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു, വൈസ് പ്രസിഡന്റ് ഡിൻസി ജോജി എന്നിവർ പങ്കെടുത്തു. ലോക വനിതാ ദിനം ആചരിക്കുന്ന ഈ വേളയിൽ നമ്മൾക്കറിയാം വനിതകൾക്കുള്ള പ്രാധാന്യങ്ങൾ. ഏത് രംഗത്തും വനിതകൾക്ക് കൃത്യമായ പരിഗണന, ഈക്വാലിറ്റി ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾക്കറിയാം. കുറച്ച് 25-30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നുവെങ്കിൽ നമ്മളുടെ വനിതകളൊക്കെ അടുക്കളയിൽ തന്നെ ഇരിക്കുന്ന കാലഘട്ടം. അതിൽ വിഭിന്നമായിട്ട് പുരുഷന്മാരെ പോലെ തന്നെ അതിൽ കൂടുതലായി എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് ഇറക്കുന്ന ഈ കാലത്തില് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് വനിതകൾക്ക് ഇനിയൊന്നും പരിഗണന അല്ലാതെ തന്നെ പരിഗണന അവർക്ക് കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ അവരത് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ കൂടെയുള്ള കൗൺസിലർമാർ 26 പേരിൽ 13 പേരും വനിതകളാണ്. ഷിബുവിന്റെ കൂടെയുള്ള, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറഞ്ഞ ചെയർപേഴ്സൺ ആക്കി. ഞങ്ങളുടെ ചെയർമാൻ, എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ചെയർമാൻ മാറ്റിയേക്കണേ. ശരിക്കും സർക്കാർ അത് ചെയർപേഴ്സൺ ആക്കാൻ ഓർഡർ ഇറക്കി. ഈക്വാലിറ്റി, മാൻ എന്ന് പറഞ്ഞാൽ പുരുഷലിംഗം. അതേസമയം മേയറോ പ്രസിഡന്റോ അതിന് കുഴപ്പമില്ല. അപ്പൊ എന്ന് പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിലാണെങ്കിൽ പോലും ഇവിടെ ഈക്വാലിറ്റി, പ്രത്യേകിച്ച് വനിതകൾക്ക് വനിതാ ഡേ ആചരിക്കുന്ന വേളയിൽ അവർ നന്നായി മുന്നോട്ട് പോകുന്നു. ഇനിയും നന്നായി തന്നെ, ഒരു തർക്കവും വേണ്ട, നമ്മൾക്ക് ഈക്വാലിറ്റി അല്ലെങ്കിൽ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. വിസാറ്റ് കോളേജ് ഇതുപോലെ ഒട്ടേറെ പരിപാടികൾ ഈ കാലഘട്ടങ്ങളിൽ നടത്തി വരുന്നുണ്ട്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ നിന്നും ആരംഭിക്കുന്ന ഈ ബൈക്ക് റാലി ഇത് ഇലഞ്ഞിയിലെത്തി ആണ് കോളേജിൽ സമാപിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തു കൂടിയൊക്കെ ഇത് കടന്നു പോകുമ്പോൾ ഒരു വലിയ സന്ദേശമാണ് ഈ അവസരത്തിൽ ഇവർ നൽകുന്നത്. ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ എല്ലാ രംഗങ്ങളിലും, പ്രത്യേകിച്ച് വിസാറ്റ് കോളേജ് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് ഒട്ടേറെ പരിപാടികൾ നടത്തുന്നുണ്ട്. അടുത്ത 12-ാം തീയതി, ഈ അടുത്ത ദിവസം ആണ് കോളേജിൽ വെച്ച് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പരിശീലന പരിപാടി, നമ്മുടെ LED ബൾബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരിശീലന പരിപാടി അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇലഞ്ഞിയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കെല്ലാം അതിന് പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ പരിപാടികളിൽ ഈ നമ്മളുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വിസാറ്റ് കോളേജിന്റെ ഈ പരിപാടിക്ക് കേരളത്തിലെ പ്രശസ്ത വനിതാ ബൈക്ക് ട്രെയിനറും ബൈക്ക് ആൻഡ് ബുള്ളറ്റ് ലേഡി റൈഡേഴ്സ് ഗ്രൂപ്പിന്റെ സ്ഥാപകയുമായ സോണിയ ഗ്രേഷ്യസും സംഘാംഗങ്ങളായ ഷീന റോയ്, ശ്രീജ AK, നിമ്മി, കാവ്യ തുടങ്ങിയവരും മോട്ടോർ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു.